ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വിഷു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ? ഞാനിന്ന് വിഷു സദ്യ സ്പെഷ്യലായിട്ടുള്ള ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് എങ്ങനെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചോപ്പറിലാണ് കേട്ടോ ക്യാബേജെല്ലാം ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് കട്ട് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. ഞാൻ ക്യാബേജും ഒരു പീസ് ക്യാരറ്റും അതുപോലെ തന്നെ ഒരു സവാളയും കൂടിയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഞാനിതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മളെ ക്യാബേജ് തോരന് നല്ലൊരു കളർഫുള്ളായിട്ട് കാണും കേട്ടോ. വേണമെങ്കിൽ ഒരു 2-3 ബീൻസും കൂടെ ഇതിൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിതാ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പാലും ചേർത്ത് കൊടുത്താൽ മതി. അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉഴുന്ന് പരിപ്പിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഉള്ളി ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക. ഒരുപാട് ടൈം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇത്. ഇനി ഞാനിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് ഒരുപാട് ടൈം നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഞാനിത് തുറന്നു കൊടുത്ത് അതിലോട്ട് കറിവേപ്പിലയും ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നമ്മളെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരനാണ് ഇത്. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വിഷു സദ്യയിൽ ഇതുപോലൊരു ക്യാബേജ് തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്